ആലുവയിൽ കൊല്ലപ്പെട്ട 3 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കുട്ടി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായി. കുട്ടിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ. ചോദ്യം ചെയ്യലിൽ അച്ഛന്റെ അടുത്ത ബന്ധു കുറ്റം സമ്മതിച്ചു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രതിക്കെതിരെ ബലാത്സംഗ കുറ്റവും ചുമത്തിയിരിക്കുകയാണ്. വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നു. വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിന്റെ പുറകിൽ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന വിവരങ്ങൾ. അമൽ കൂടി നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അമൽ, നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തേക്ക് വരുന്നത്. ക്രൂരമായ പീഡനത്തിന് കുഞ്ഞ് ഇരയായിരുന്നു. മരണപ്പെടുന്നതിന്റെ തലേ ദിവസം പോലും പീഡിപ്പിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പോലും അച്ഛന്റെ അടുത്ത ബന്ധു ഇരയാക്കിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ എന്താണ്? ഈ പ്രതി പോലീസിനോട് സമ്മതിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? മനോ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ അതിൽ ഒരു വ്യക്തത ഉണ്ടായിരിക്കുന്നത്. നിരന്തരമായി ഈ പ്രതി ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിരുന്നു, പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ തീവ്രമായ, അതായത് ഗുരുതരമായ മുറിവുകൾ കണ്ടെത്തുവാനും സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടി കൊലപ്പെട്ട ദിവസത്തിന് തലേ ദിവസം വരെ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി കുട്ടിയെ ഈ അച്ഛൻ്റെ ബന്ധു ഇത്തരത്തിൽ പീഡിപ്പിച്ചിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരം വിവരങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഫോറൻസിക് വിഭാഗം നിലവിൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇവരുടെ വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ അമ്മയുടേത്, ഒപ്പം ഇപ്പോൾ ഈ പോക്സോ കേസിലെ പ്രതിയുടെ അടക്കമുള്ള വസ്ത്രങ്ങളും മറ്റും ശേഖരിച്ചു വരികയാണ്. അടിവസ്ത്രങ്ങൾ അടക്കം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം മറ്റ് വിവരങ്ങൾ അടക്കം നിലവിൽ ശേഖരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അതേസമയം പ്രധാനമായും ഈ സൈബർ അംഗങ്ങൾ, ഒപ്പം തന്നെ ഫോറൻസിക്, ഒപ്പം ഡിവൈഎസ്പിമാരുടെ ഒക്കെ സംഘമാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ഈ പ്രതിയുടെ ഫോണും ഇത്തരത്തിൽ പരിശോധിച്ചിരുന്നു. ഈ പ്രതിയുടെ ഫോൺ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ്, പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെയായിരുന്നു പരിശോധിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഫോൺ ഓപ്പൺ ചെയ്യുന്ന സാഹചര്യത്തിൽ ഏറെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ നിന്നും ഇത്തരത്തിൽ ഇയാൾ ലൈംഗിക വൈകൃതമുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. അത്തരത്തിലുള്ള നിരവധി ദൃശ്യങ്ങളായിരുന്നു ആ ഫോണിലെ ഗ്യാലറിയിൽ കാണുവാൻ വേണ്ടി സാധിച്ചത്. ഈ ദൃശ്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട്, ഇത്തരം തെളിവുകളൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു ഉത്തരം എന്ന രീതിയിൽ ഏറ്റവും ഉത്തരങ്ങളിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത് അതൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറുകയായിരുന്നോ? തീർച്ചയായും ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ പ്രതിക്ക് ലൈംഗിക വൈകൃതം ഉണ്ടായിരുന്നു എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട്, അത്തരം വിവരങ്ങൾ, അത്തരം ഡാറ്റകളൊക്കെ തന്നെ കാണിച്ചുകൊണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ചോദ്യം ചെയ്യലുണ്ടായിരുന്നത്. ആദ്യഘട്ടങ്ങളിൽ താൻ ഇത്തരത്തിൽ പീഡനം നടത്തിയിട്ടില്ല, അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഈ പ്രതി. എന്നാൽ ഇത്തരം തെളിവുകൾ കാണിച്ചുകൊണ്ട് ഈ ചോദ്യം ചെയ്യൽ തുടർന്നു. നിങ്ങളല്ലേ ആ കുട്ടിയെ പീഡനത്തിനിരയാക്കിയത്, എത്ര തവണ പീഡനത്തിനിരയാക്കിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചതോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു അയാൾ അതിന് ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നത്. തനിക്ക് കുറ്റം, അല്ലെങ്കിൽ തനിക്ക് അത്തരത്തിൽ തെറ്റുപറ്റിപ്പോയി എന്ന കാര്യമായിരുന്നു പ്രതി സൂചിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള കുറ്റസമ്മതമായിരുന്നു നടത്തിയത്. ഈ കുട്ടിയുടെ സംസ്കാര സമയങ്ങളിലൊക്കെ തന്നെയും അവിടെ ആ വീട്ടിൽ ഏറെ വികാരത്തോടുകൂടി പെരുമാറി. അതായത് ഈ കുട്ടിയുടെ ഒരു കുപ്പായമെടുത്ത് ആ കുട്ടിയുടെ ശരീരത്തിന് മുകളിൽ വെച്ചുകൊണ്ട് കരഞ്ഞത് ഇദ്ദേഹമായിരുന്നു. അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആ സമയങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത്. ഈ പോക്സോ കേസിലെ പ്രതി എന്ന് പറയുമ്പോൾ ഏറെ ഞെട്ടൽ തന്നെയാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഈ അയൽവാസികളുടെയും ഒപ്പം തന്നെ മറ്റു കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ സഹോദരൻ, അതായത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരനാണ് ഇദ്ദേഹം എന്ന രീതിയിലുള്ള നിഗമനങ്ങളാണ് നിലവിലുള്ളത്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് അമ്മയുടെ മൊഴി തന്നെയാണ്. അതായത് ഈ കുട്ടിക്ക് അച്ഛൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ അടുപ്പമുള്ളത് ഇവരോടാണ്, ഈ അടുത്ത ബന്ധുക്കളോടാണ് എന്ന ആ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ 3ഓളം പേരെ ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുന്നത്. അതിൽ നിന്നുമാണ് ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഇദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. നിലവിൽ ഇപ്പോഴും ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വസ്ത്രങ്ങൾ അടക്കം
നിലവിൽ പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ആ പരിശോധന കൂടി കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തതകളിലേക്ക് എത്തുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. മനു, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അമൽ, ഈ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഒരു മൊഴി ലഭിച്ചതായുള്ള ചില വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഈ കുട്ടിയെ ഉപദ്രവിച്ചിരുന്ന വിവരം കുട്ടിയുടെ അമ്മയോട് പറഞ്ഞിരുന്നു, കുട്ടി പരാതിപ്പെട്ടിരുന്നു, അതായത് കുട്ടിയുടെ അമ്മയ്ക്ക് ഈ വിവരങ്ങൾ അറിയാമായിരുന്നു എന്ന തരത്തിലുള്ള ചില മൊഴികളൊക്കെ ഇയാൾ പറഞ്ഞിരുന്നു എന്ന് കേൾക്കുന്നു. അമ്മയ്ക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ട് എന്ന അന്വേഷണ സംഘത്തിന് സൂചനകളോ നിഗമനങ്ങളോ ഉണ്ടോ? ഈ അമ്മ സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമാണോ അതിലൊരു വ്യക്തതയിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ പറ്റുകയുള്ളൂ? മനു, അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങളിലേക്കൊന്നും നിലവിൽ എത്തുവാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത്തരം മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അത്തരം പ്രതികരണങ്ങളൊക്കെ അമ്മയുടെ ഭാഗത്തു നിന്നായി വന്നിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘം നിലവിൽ സൂചിപ്പിച്ചിട്ടില്ല. അതായത് ഇനി മാധ്യമങ്ങളോട് അന്വേഷണ സംഘം പ്രതികരിക്കുമ്പോൾ മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് ചോദിക്കുവാനും അത് ഉത്തരം ലഭിക്കുകയുമുള്ളൂ. എന്തു തന്നെയായാലും ഒരു പക്ഷേ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള നീക്കത്തിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ അമ്മയെ റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അമ്മയെ കസ്റ്റഡിയിലേക്ക് വാങ്ങുവാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം നടന്നിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇദ്ദേഹത്തെയും ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസുകളിൽ, അതായത് കൊലപാതക കേസിലും ഒപ്പം തന്നെ ഈ പോക്സോ കേസിലും രണ്ടുപേർക്കുമുള്ള പങ്ക്, കൊലപാതക കേസിൽ ഇപ്പോൾ ഈ അച്ഛൻ്റെ അടുത്ത ബന്ധുവിന് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ, അതേസമയം തന്നെ ഈ പോക്സോ കേസിൽ ഈ പ്രതിയെ ഈ കുട്ടിയുടെ അമ്മ സഹായിച്ചിട്ടുണ്ടോ, അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയുമായിരുന്നു, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ പ്രതികരണം വേണം. അതീവ രഹസ്യ സ്വഭാവം തന്നെയാണ് ഈ ഒരു കേസിൽ അന്വേഷണ സംഘം നിലവിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നുമില്ല. അതിനാൽ തന്നെ ഇത്തരം സ്ഥിരീകരണങ്ങളിലേക്ക് ഒന്നും നമുക്ക് നിലവിൽ എത്തുവാൻ വേണ്ടി സാധിക്കില്ല. അവയൊക്കെ സംശയങ്ങൾ മാത്രമാണ്. എന്തു തന്നെയായാലും സംശയങ്ങൾ നിഴലിക്കുന്നുണ്ട്. ഈ അമ്മയ്ക്ക് ഈ ഒരു കേസിൽ, ഈ പോക്സോ കേസിൽ എന്താണ് പങ്ക് എന്ന രീതിയിലുള്ള സംശയങ്ങളുണ്ട്. ഒപ്പം തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന രീതിയിലുള്ള ചില സംശയങ്ങൾ അടക്കമുണ്ടായിരുന്നു. അത്തരത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്ഥിരീകരിക്കാൻ വേണ്ടി ഒന്നും തന്നെ സാധിക്കില്ല. അതോടൊപ്പം കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുവാനുള്ള സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ ഇപ്പോൾ 3 പേരെ കേന്ദ്രീകരിച്ചാണ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയോടുകൂടി അച്ഛൻ്റെ അടുത്ത ബന്ധുക്കളായ 3 പേരെ ചോദ്യം ചെയ്യുകയായിരുന്നു. അതിൽ 2 പേരെ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി തന്നെ വിട്ടയച്ചിരുന്നു. ഈ അടുത്ത ബന്ധുവിൻ്റെ ഉത്തരങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ മൊഴികളിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ അർദ്ധരാത്രി വരെ തുടരുകയുമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു ഇത്തരത്തിൽ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇനി കൂടുതൽ പേരിലേക്കും അന്വേഷണം നീണ്ടുപോകുവാനുള്ള സാധ്യത കൂടിയുണ്ട്. ഒപ്പം തന്നെ ഇരുവരെയും, അതായത് സന്ധ്യയും ഒപ്പം തന്നെ ഈ പ്രതിയെയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വീണ്ടും ചോദ്യം ചെയ്തേക്കാം. ഇരു കേസുകളിലും ഇവർക്ക് 2 പേർക്കുമുള്ള പങ്ക് എന്താണ് എന്ന രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് പോകുവാനും സാധ്യതയുണ്ട്. എന്തു തന്നെയായാലും മറ്റു വിവരങ്ങളൊക്കെ തന്നെയും നിലവിൽ ശേഖരിച്ചു വരികയാണ്. ആ വീട്ടിലുണ്ടായിരുന്നവരുടെ വസ്ത്രങ്ങൾ അടക്കം നിലവിൽ ഫോറൻസിക് വിഭാഗം ഇത്തരത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ പരിശോധനയ്ക്ക് വേണ്ടി അയക്കും. ഒപ്പം തന്നെ ഈ പോക്സോ കേസിലെ പ്രതിയുടെ മൊബൈൽ ഫോണും ഇത്തരത്തിൽ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ വിവരങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും. മനു, അമൽനാഥ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.